ഞാൻ എൻ്റെ മതവിമർശനം നിർത്താൻ തീരുമാനിച്ചിരുന്നുവെന്നും എന്നാൽ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ തീരുമാനം പിൻവലിച്ചു, അത് തുടരാൻ തന്നെയാണ് തീരുമാനം എന്നും അറിയിച്ചുകൊണ്ട് ഒരു വീഡിയോ കുറച്ച് ദിവസം മുമ്പ് ചെയ്തിരുന്നു. ആ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് പേര് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ കമൻറ്റ് രൂപത്തിലും മറ്റും അറിയിച്ചിട്ടുണ്ട്. അതിന് കീഴിൽ വന്നിട്ടുള്ള 2-3 കമൻറ്റുകൾ വായിച്ച് അതിനോട് പ്രതികരിക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പുതിയ കാര്യമല്ല, ഇതിനു മുമ്പും പലതവണ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ഒരേ കാര്യം തന്നെയാണ്. അതിന് പലതരത്തിലും പലവട്ടം മറുപടികളും വിശദീകരണങ്ങളും നമ്മൾ നൽകി കഴിഞ്ഞിട്ടുള്ളതുമാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ നിരന്തരം ആവർത്തിച്ചുകൊണ്ട് വിശ്വാസികൾക്കിടയിൽ ഒരു പൊതുബോധം സൃഷ്ടിക്കുന്നതിൽ ഇവർ ഒരു പരിധിവരെ വിജയിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് പല കോണുകളിൽ നിന്നും ഇതേ അഭിപ്രായങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉയർന്നു വരുന്നത്. ഈ പൊതുബോധം സൃഷ്ടിക്കുക എന്നത് ഇസ്ലാമിൻ്റെ പ്രതിരോധത്തിൻ്റെ ഒരു രൂപമാണ്. ഇസ്ലാമിനെ വിമർശിക്കുന്ന വ്യക്തികളെ ഒന്നുമല്ലാത്തവരായിട്ടും കൊള്ളരുതാത്തവരായിട്ടും മാറ്റി അവർ സമൂഹത്തിൽ യാതൊരു ഗുണവും ചെയ്യാത്തവരാണ് എന്ന് വരുത്തി തീർത്ത് അവരുടെ വിമർശനങ്ങളിൽ നിന്ന് വിശ്വാസികളുടെ ശ്രദ്ധ തിരിക്കുക എന്നതാണ് ഇതിനകത്ത് ഉപയോഗിക്കപ്പെടുന്ന ഒരു തന്ത്രം. അത്തരത്തിലുള്ള 2-3 കമൻറ്റുകളാണ് ഞാൻ വായിക്കുന്നത്. ഇതാ ഒന്ന്: മാഷെ, തൽക്കാലം ഈ പണി നിർത്തുന്നതല്ലേ നല്ലത്. ഇതുകൊണ്ട് നിങ്ങൾക്കോ സമൂഹത്തിനോ എന്ത് ഗുണമാണ് ഉള്ളത്? ഖുർആൻ യുക്തിസഹമല്ലെങ്കിൽ യുക്തിസഹമായത് താങ്കൾക്ക് നിർദ്ദേശിക്കാൻ പറ്റുമോ? മറ്റൊന്നിനെയും ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ പഠിച്ചതിനെ വിമർശിക്കുകയാണ് എന്ന നിലപാട് ശരിയാണ്. ഖുർആൻ ശരിയല്ലെങ്കിൽ ബൈബിളും ഭഗവത്ഗീത പോലുള്ള ഒരുപാട് വേദഗ്രന്ഥങ്ങളുണ്ട്. അത്തരം വേദഗ്രന്ഥങ്ങൾ പരിശോധിച്ച് അത് യുക്തിഭദ്രമാണെങ്കിൽ അതിൻ്റെ പ്രചാരകരാവുകയല്ലേ കൂടുതൽ ഭംഗി. അല്ലെങ്കിൽ ഞാൻ പഠിച്ചതൊന്നും മറക്കുകയുമില്ല, പുതുതായിട്ടൊന്നും പഠിക്കുകയുമില്ല എന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ അത് ഒരു സ്വതന്ത്ര ചിന്തകന് ചേർന്നതല്ല. ഇതേ അഭിപ്രായം തന്നെ വരുന്ന മറ്റ് 2 കമൻറ്റുകൾ നോക്ക്. ഇസ്ലാം മതത്തിനെതിരെ വിദ്വേഷം പ്രചരിപ്പിച്ച് ജീവിതത്തിൻ്റെ വളരെ കൂടുതൽ സമയം നഷ്ടപ്പെടുത്തി. മാഷിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ദുരന്തഘട്ടത്തിൽ എപ്പോഴെങ്കിലും ജനനന്മയ്ക്കായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഇസ്ലാം മതവിശ്വാസികൾ ചെയ്യുന്ന നന്മകളിലെ എന്തെങ്കിലും പിഴവുകൾ ചൂണ്ടിക്കാട്ടി ചിരിക്കുന്ന മാഷിനെയാണ് സാധാരണ കാണാറുള്ളത്. ഇനി അടുത്തത്: മത ആചാര്യന്മാരെ പരിഹസിക്കുക, സമൂഹത്തിനിടയിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കുക, ഇസ്ലാമിനോടുള്ള വിദ്വേഷം. ഇതാണ് ജബ്ബാർ മാഷിൻ്റെ മതവിമർശനം. ഇത്രയുമാണ് കമൻറ്റ്. ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. അതായത് നമ്മൾ ചെയ്യുന്നത് ഒരു പാഴ്വേലയാണെന്നും ഇതിനകത്ത് ഒരു നന്മയുമില്ല എന്നും സമൂഹത്തിന് ഗുണകരമായ മറ്റെന്തൊക്കെയോ നന്മകൾ ചെയ്യാനുള്ള അവസരം പാഴാക്കിക്കൊണ്ട് നമ്മളിങ്ങനെ ഒരു പാഴ്ചെടി നട്ട് വളർത്തുകയാണ്, നമ്മൾ സ്വയം ഒരു പാഴ്മരമാണ് എന്ന് വിശ്വാസികളെ നിരന്തരം ബോധ്യപ്പെടുത്താനുള്ള ഒരു മസ്തിഷ്ക പ്രക്ഷാളന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആവർത്തിക്കപ്പെടുന്ന ഇത്തരം കമൻറ്റുകൾ. എന്നാൽ ഇതിന് നമ്മൾ ഒരുപാട് തവണ വിശദീകരണങ്ങളും നമ്മുടേതായ മറുപടികളും പറഞ്ഞിട്ടുണ്ട്. അത് ഇവർ കേട്ടതായോ കണ്ടതായോ ഭാവിക്കാതെ വീണ്ടും ഇത് ആവർത്തിക്കുകയാണ്. വിശ്വാസികളെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് ആവർത്തിക്കുന്നത്. ഈ ആരോപണം ഉന്നയിക്കുന്നവർ നിങ്ങൾ പാഴ്വേലയാണ് ചെയ്യുന്നത്, നിങ്ങൾ ഗുണമുള്ള നന്മയൊന്നും ചെയ്യുന്നില്ല എന്ന് ആരോപണം ഉന്നയിക്കുന്ന വിശ്വാസികളായ സുഹൃത്തുക്കൾ യഥാർത്ഥത്തിൽ എന്താണ് നന്മ, എന്താണ് തിന്മ എന്നൊക്കെ മനസ്സിലാക്കിയിടത്താണ് അവർക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും ഭീമമായ അബദ്ധം എന്ന് പറയുന്നത്. അവർ വിശ്വസിക്കുന്ന മതപ്രമാണങ്ങളിൽ അവരുടെ ആകാശമാമ എഴുതി വെച്ചിട്ടുള്ള ചില പട്ടികപ്പെടുത്തി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം നന്മ തിന്മ എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ഉള്ളിലിങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ട് അത് നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ട് നമ്മളുടെ നന്മയെയും തിന്മയെയും വിലയിരുത്തുകയാണ്. നമ്മുടെ പ്രവൃത്തി ഫലശൂന്യമാണോ അതോ ഫലമുള്ളതാണോ നന്മയുള്ളതാണോ എന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് അവരുടെ ഈ സങ്കുചിതമായിട്ടുള്ള ഒരു ലോകവീക്ഷണമാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രാകൃതരായ ഗോത്ര മനുഷ്യർ അവരുടെ ഭാവനയ്ക്കനുസരിച്ച് എഴുതി വെച്ചിട്ടുള്ള വിധിവിലക്കുകളാണ്, നന്മതിന്മ പട്ടികകളാണ് ഇന്നും ആധുനിക ലോകത്ത് മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും നന്മയായിട്ടും തിന്മയായിട്ടും പട്ടികപ്പെടുത്തിക്കൊണ്ട് നടക്കുന്നത്. പ്രത്യേകിച്ച് മതവിശ്വാസികളായിട്ടുള്ള സങ്കുചിത ചിത്തരായിട്ടുള്ള ആളുകൾ. എന്നാൽ നന്മയെക്കുറിച്ചും തിന്മയെക്കുറിച്ചുമുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇതിൽ നിന്നും എത്രയോ ഭിന്നമാണ്.
സ്വതന്ത്ര ചിന്തകർ നന്മയെയും തിന്മയെയും കാണുന്നത് പടച്ചോൻ്റെ ഏതെങ്കിലും പുസ്തകത്തിൽ എഴുതി വെച്ച പട്ടിക നോക്കിയിട്ട് അതിൽ നല്ലതെന്ന് പറയുന്നത് നല്ലതും അതിൽ ചീത്ത എന്ന് പറയുന്നത് ചീത്ത എന്ന മാനദണ്ഡം അനുസരിച്ചല്ല. മറിച്ച് നമ്മളുടെ നന്മ തിന്മയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് കുറേ കൂടി വിശാലമാണ്, കുറേ കൂടി സാമൂഹികമാണ്, കുറേ കൂടി ഉദാത്തമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിനകത്തുള്ള ഇരുട്ടും മാറാലയും അവിടെ അള്ളിപ്പിടിച്ച് കിടക്കുന്ന ഈ പ്രാകൃത ഗോത്രകാലത്തെ നീതിബോധത്തിൻ്റെ വിധിവിലക്കുകളും ഒക്കെ മാറ്റിവെച്ചിട്ട് പുതിയ ഒരു മാനദണ്ഡം ഉപയോഗിച്ച് മനുഷ്യൻ്റെ നന്മയെയും തിന്മയെയും പ്രവൃത്തിയെയും വിലയിരുത്താൻ കഴിയണം. അത് കഴിയണമെങ്കിൽ ഈ അന്ധവിശ്വാസത്തിൻ്റെയും പ്രാകൃതമായിട്ടുള്ള പാരമ്പര്യ ഡോഗ്മകളുടെയും ഒക്കെ മാറാലക്കെട്ടുകളിൽ നിന്ന് നമ്മുടെ തലച്ചോറിനെ മോചിപ്പിക്കണം. എന്നിട്ട് സ്വതന്ത്രമായിട്ട് നമ്മൾ ചിന്തിക്കണം. പുതിയ മാനദണ്ഡങ്ങൾ സ്വീകരിച്ചുകൊണ്ട് എന്താണ് നന്മ എന്താണ് തിന്മ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അത് ഞാൻ വിശദീകരിച്ച് തന്നാൽ പോലും പറ്റാത്ത വിധത്തിൽ ഇരുട്ടുപിടിച്ച മനസ്സുകളുടെ ഉടമകളാണ് ഇത്തരത്തിലുള്ള കമൻറ്റുകളുമായിട്ട് വരുന്നത്. ഞാനിത് പലതവണ പല വീഡിയോകളിലായിട്ട് വിശദീകരിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. ഞാൻ വളരെ സാധാരണക്കാർക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ ഒരു ഗ്രാമത്തിലെ കുടിവെള്ളം മുടങ്ങുന്ന ഒരു സന്ദർഭത്തിൽ 3 വ്യക്തികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഉദാഹരണമാക്കിക്കൊണ്ട് നന്മ എന്താണ്, വലിയ നന്മ എന്താണ്, ഏറ്റവും വലിയ നന്മ എന്താണ് എന്ന് വിശദീകരിക്കുന്ന 1-2 വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തത് കാണാം. അതിൽ ഞാൻ പറഞ്ഞ ഉദാഹരണം, ഒരു ഗ്രാമത്തിലെ കുടിവെള്ളം മുട്ടിപ്പോവുകയും പൈപ്പിൽ വെള്ളം വരാതിരിക്കുകയും അതുകൊണ്ട് വെള്ളം കിട്ടാതെ കുറച്ച് ആളുകൾ ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ 3 വ്യക്തികൾ ചെയ്യുന്ന 3 തരം പ്രവൃത്തികളെയാണ് ഞാൻ അതിൽ വിശദീകരിക്കുന്നത്. ഒന്ന്, ആ പഞ്ചായത്തിൽ ഒരു ജനകീയനായിട്ടുള്ള ഒരു വ്യക്തി, പഞ്ചായത്ത് മെമ്പറൊക്കെ ആവാൻ ചട്ടം കെട്ടി നടക്കുന്ന ഒരു വ്യക്തി, അയാളുടെ കിണറ്റിൽ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളം എടുത്ത് അയാൾ തൊട്ടടുത്തുള്ള 2-3 വീടുകളിൽ സൗജന്യമായിട്ട് കൊടുത്ത് അയാളൊരു ജനസേവകനായിട്ട് ഒരു നന്മമരമായിട്ട് അവിടെ മാറാൻ ശ്രമിക്കുന്നു. മറ്റൊരാൾ ഒരു ലോറിയിൽ കുടിവെള്ളം കൊണ്ടുവന്നിട്ട് കുടിവെള്ളം കിട്ടാത്ത വീടുകളിലൊക്കെ എത്തിച്ചു കൊടുക്കുകയും അതിൻ്റെ ചെലവിന് അവരിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ പിരിച്ച് അയാൾ അതുമായിട്ട് പോവുകയും ചെയ്യും. മൂന്നാമത്തെ ഒരു വ്യക്തി സാധാരണ നാട്ടിൽ അത്തരം കാര്യങ്ങളിലൊന്നും മറ്റുള്ളവരോട് ഇടപഴകാൻ പോകാത്ത, അല്ലെങ്കിൽ ആരെയും കണ്ടാൽ അങ്ങനെ അനാവശ്യമായിട്ട് ചിരിക്കുക പോലും ചെയ്യാതെ തലയും താഴ്ത്തി കിടക്കുന്ന ഒരു സാധു മനുഷ്യൻ. അയാൾ ഈ പ്രശ്നം വന്ന സമയത്ത് അയാളുടെ വീട്ടിൽ വെള്ളമുണ്ട്, അയാൾക്ക് വെള്ളത്തിൻ്റെ ക്ഷാമമില്ല, എന്നിട്ട് പോലും അയാൾ ഈ പ്രശ്നം വന്ന സമയത്ത് ഈ വെള്ളം കിട്ടാതിരിക്കുന്നതിൻ്റെ കാരണം അന്വേഷിച്ച് അതിൻ്റെ അതോറിറ്റിയിൽ പോവുകയും അതിൻ്റെ കാരണം വളരെ കോംപ്ലിക്കേഷൻ ആണെന്ന് മനസ്സിലാക്കി അതിൻ്റെ ഹയർ അതോറിറ്റിയിലൊക്കെ ബന്ധപ്പെട്ട് 2-3 ദിവസം സ്വന്തം പോക്കറ്റിലെ പൈസ എടുത്ത് ഈ പോകേണ്ട സ്ഥലങ്ങളിലെല്ലാം പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് സമ്മർദ്ദങ്ങളെല്ലാം ചെലുത്തി അയാളെ കൊണ്ട് പറ്റാവുന്നതെല്ലാം ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള വഴി തേടുകയും അവസാനം ഒരു 3-4 ദിവസം കൊണ്ട് പ്രശ്നം പരിഹരിച്ച് ആ നാട്ടിൽ വെള്ളം എത്തിക്കാൻ വേണ്ട ഏർപ്പാട് ചെയ്യുകയും എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ താൻ ചെയ്ത കാര്യങ്ങൾ ആരോടും പറയാതെ അതിനുവേണ്ടി താൻ കഷ്ടപ്പെട്ടതൊന്നും ആരെയും അറിയിക്കാതെ തൻ്റെ വീട്ടിൽ വന്നിട്ട് തൻ്റെ കാര്യം നോക്കിയിരിക്കുകയും ചെയ്യുന്ന മൂന്നാമത്തെ ഒരു വ്യക്തി. ഈ മൂന്നാമത്തെ വ്യക്തി ചെയ്തത് നന്മയാണോ, രണ്ടാമത്തെ വ്യക്തി ഒന്നാമത്തെ വ്യക്തി ചെയ്ത നന്മയാണോ, ഏത് നന്മയാണ് ഏറ്റവും വലിയ നന്മ എന്ന് വിശദീകരിക്കുന്നതായിരുന്നു എൻ്റെ ആ വീഡിയോകൾ. ഇവിടെ ആദ്യത്തെ 2 പേർക്കും അവരുടേതായ താല്പര്യങ്ങളുണ്ട്. അവർ ചെയ്തത് നന്മയാണ് എന്ന് സമൂഹത്തെ ധരിപ്പിക്കാൻ അവർക്ക് കഴിയും. പക്ഷേ അവർ ചെയ്യുന്നതിൽ യാതൊരു നന്മയും ഇല്ല. കാരണം ഒരു സാമൂഹ്യ ജീവിതത്തിൽ മനുഷ്യൻ അവരുടെ ദൈനംദിന ചര്യകളിൽ മനുഷ്യർ പരസ്പരമുള്ള വ്യവഹാരങ്ങളിൽ സ്വാഭാവികമായി ചെയ്തു പോകുന്ന ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അവിടെ വലിയൊരു നന്മ എന്ന് കൊട്ടിഘോഷിക്കാൻ യാതൊന്നുമില്ല. അതേസമയത്ത് തനിക്ക് ഇല്ലാഞ്ഞിട്ട് പോലും താൻ മറ്റുള്ളവരെ അറിയിക്കുക പോലും ചെയ്യാതെ ഒരു പ്രശ്നത്തിൻ്റെ യഥാർത്ഥ കാരണം പരിഹരിക്കാൻ വേണ്ടി നിരന്തരമായിട്ട് പരിശ്രമിക്കുകയും ആ കാരണം പരിഹരിച്ച് ആ പ്രശ്നം പരിഹരിച്ച് മിണ്ടാതിരിക്കുകയും ചെയ്ത ഈ മൂന്നാമത്തെ വ്യക്തി നിസ്വാർത്ഥനായിട്ടുള്ള ഒരു സാമൂഹിക സേവകനാണ്. അയാൾ ചെയ്തതാണ്
ഈ പ്രവൃത്തികളിൽ ഏറ്റവും വലിയ നന്മ, ഒരു നന്മ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രവൃത്തി അത് മാത്രമേ അതിലുള്ളൂ. ഇത് ഞാൻ ചെറിയ ഒരു ഗ്രാമത്തിലെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷേ ഒരു സ്വതന്ത്ര ചിന്തകരെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നന്മതിന്മ മാനദണ്ഡങ്ങൾ ഇങ്ങനെയുള്ള ഒരു ചെറിയ ഇഷ്യൂവിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് അയാളുടെ മുമ്പിൽ ഒരു വലിയ ലോകമാണുള്ളത്. മനുഷ്യർ എന്ന് പറയുന്ന ഒരു സമൂഹമാണുള്ളത്. അത് ഇന്ന് ജീവിക്കുന്ന മനുഷ്യർ മാത്രമല്ല, നാളെ ജനിച്ച് ജീവിക്കാൻ പോകുന്ന പുതിയ തലമുറയിൽപ്പെട്ട മനുഷ്യരാശിയെ മൊത്തം, ലോകത്തെ മൊത്തം ഉൾക്കൊള്ളുന്ന ഒരു വലിയ സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ആ സമൂഹത്തിൻ്റെ ഏറ്റവും സമഗ്രവും ഏറ്റവും ശാസ്ത്രീയവുമായ പുരോഗതിയും നന്മയും പ്രശ്നപരിഹാരങ്ങളും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനുതകുന്ന തരത്തിൽ യാതൊരു സ്വാർത്ഥ ലക്ഷ്യവുമില്ലാതെ, യാതൊരു തരത്തിലുള്ള വ്യക്തിപരമായ നേട്ടങ്ങളും കാംക്ഷിക്കാതെ, താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ സാമൂഹികമായ ഫലങ്ങൾ പോലും താൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് കണ്ടനുഭവിക്കാൻ പോലും കഴിയില്ല, അടുത്ത തലമുറകളിൽ മാത്രമേ അതിൻ്റെ ഫലമുണ്ടാവൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ജീവിതത്തിൽ ത്യാഗപൂർണമായ നിസ്വാർത്ഥമായ പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകളുണ്ട്. പ്രവൃത്തികൾ ചെയ്യുക മാത്രമല്ല, ജീവിതം തന്നെ അത്തരം പ്രവൃത്തികൾക്കായി മാറ്റിവെച്ചിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് ഏറ്റവും വലിയ നന്മയായിട്ട് ഞാൻ കാണുന്നത്. അങ്ങനെ കാണുമ്പോഴാണ് ഞാനൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരു പാഴ്വേലയാണോ പാഴ്ചെടി നടലാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുക. പക്ഷെ ഞാൻ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം എന്താണ്, ഉദ്ദേശ്യം എന്താണ്, അതിൻ്റെ വസ്തുത എന്താണ് എന്നൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര മനുഷ്യൻ്റെ ധാർമ്മിക ബോധവും നന്മതിന്മാ ബോധവുമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് ഇതൊന്നും വിശദീകരിച്ചാൽ അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അത് എൻ്റെ കുഴപ്പമല്ല, എൻ്റെ പ്രവൃത്തിയുടെ കുഴപ്പമല്ല, അത് അയാളുടെ മനസ്സിൻ്റെ വികാസത്തിൻ്റെ പ്രശ്നമാണ്. നമ്മൾ ജീവിക്കുന്നത് ലോകത്തുള്ള മുഴുവനും മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ഒരു വലിയ സമൂഹത്തിലാണ്. ഇന്ന് ജീവിക്കുന്നവരെ മാത്രമല്ല, നാളെ ജീവിക്കാൻ പോകുന്ന പുതിയ തലമുറ കൂടി ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ആ സമൂഹത്തിൻ്റെ മൊത്തം പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഒരു നല്ല ലോകം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നതാണ്. അല്ലറ ചില്ലറ കാരുണ്യ പ്രവർത്തനം നടത്തുക, ആരെങ്കിലും എന്തെങ്കിലും സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് സഹായം ചെയ്തു കൊടുക്കുക, സ്വന്തം ഉമ്മാനും പാപ്പാനും സംരക്ഷിക്കുക തുടങ്ങിയിട്ടുള്ള ചീള് കേസുകളെക്കാളൊക്കെ വലിയ നന്മ എന്ന് പറയുന്നത്, ഈ പറഞ്ഞതൊക്കെ നന്മയല്ല എന്നല്ല അർത്ഥം, പക്ഷെ ആ നന്മയൊന്നും കൊട്ടിഘോഷിക്കപ്പെടാൻ മാത്രം വലിയ നന്മകളല്ല. അതൊക്കെ നമ്മുടെ ജൈവികമായിട്ടുള്ള വളരെ യാന്ത്രികവും സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടന്നു പോകുന്ന കാര്യങ്ങളാണ്. വലിയ നന്മയൊന്നും ഇല്ലാത്ത ആളുകളും ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. സ്വന്തം ഉമ്മാനും പാപ്പാനും സംരക്ഷിക്കണം എന്ന് പറഞ്ഞതൊക്കെയാണ് ഇപ്പോൾ ഇസ്ലാമിലൊക്കെ വലിയ നന്മയായിട്ട് കൊട്ടിഘോഷിക്കുന്നത്. അതിലൊന്നും ഒരു നന്മയില്ല. അതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്നതാണ്. നമ്മളെ സംരക്ഷിച്ചവരെ തിരിച്ച് സംരക്ഷിക്കുക എന്നുള്ളത്, നമ്മൾ ജനിപ്പിക്കുന്ന കുട്ടികളെ നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളതൊക്കെ ഏതൊരു ജീവിയുടെയും ജൈവികമായിട്ടുള്ള ഒരു കർത്തവ്യം എന്നതിനപ്പുറത്തേക്ക് അതിലൊന്നും വലിയ നന്മയൊന്നുമില്ല. അതൊന്നും ഒരു കിതാബ് ഇറക്കിയിട്ട് പഠിച്ചോൻ ഇങ്ങനെ മീശ വിരിച്ചിട്ട് കാണിച്ചിട്ട് ചെയ്യിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. അതല്ല നന്മ എന്ന് പറയുന്നത്. നന്മ എന്ന് പറയുന്നത് അതിനൊക്കെ അതുക്കും മേലെയാണ്, അതുക്കും ഒരുപാട് മേലെയാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുമ്പോഴേ നമ്മളൊക്കെ ചെയ്യുന്ന പ്രവൃത്തിയുടെ മൂല്യം എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ 19 കൊല്ലമായിട്ട് ഈ പാഴ്വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഭാഷയിൽ അത് പാഴ്വേലാണ്, കാരണം അതിനൊരു ഫലമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിൻ്റെ ഫലം പ്രതീക്ഷിക്കുന്നത് ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരു കാലത്ത് പോലുമല്ല, എൻ്റെ മുമ്പിലുള്ള ഒരു സമൂഹത്തിൽ പോലുമല്ല. വ്യക്തിപരമായിട്ട് എനിക്ക് അതിൻ്റെ ഒരു പ്രതിഫലവും കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത കാലത്താണ് നമ്മൾ ഈ പണിക്കിറങ്ങിയത്. മാത്രമല്ല, ജീവൻ പോലും അപകടത്തിലാവുന്ന വിധത്തിൽ ജീവിതത്തിൽ നഷ്ടം മാത്രം സഹിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഒരു പ്രവർത്തനത്തിന് ഇറങ്ങുന്നത്. എന്തൊക്കെ നഷ്ടം, സാമ്പത്തിക നഷ്ടം, സാമൂഹ്യമായ നഷ്ടം, നമ്മുടെ സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന സാധനത്തിൽ ഭീമമായ നഷ്ടം. സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹ്യ ജീവിയായ മനുഷ്യൻ സമൂഹത്തിൽ നേടിയെടുക്കുന്ന കുറേ മൂല്യങ്ങളുണ്ട്. ആ വ്യക്തിക്ക് കുറേ മൂല്യങ്ങളുണ്ട്. ആ വ്യക്തിക്ക് മൂല്യം വർദ്ധിക്കും തോറും അയാളുടെ ജീവിതം കൂടുതൽ സുഗമമാകും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വെറുക്കുന്നവരും തെറ്റിദ്ധരിക്കുന്നവരുമായ ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയും അങ്ങനെ സമൂഹത്തിൽ നമ്മുടെ സോഷ്യൽ ക്യാപിറ്റൽ ശോഷിച്ച് നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ഇത്തരം പണിക്കിറങ്ങുന്നത്.
അപ്പോൾ വ്യക്തിപരമായി ലാഭമില്ല, ഒരുപാട് നഷ്ടമുണ്ട്, ജീവൻ പോലും അപകടത്തിലാണ്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിക്ക് വല്ല ഫലവും സമൂഹത്തിൽ നിന്ന് ഇപ്പോൾ കാണാൻ കഴിയും ഇല്ല. നമ്മൾ നട്ട മരത്തിൽ ഒരു പൂവും കായും ഉണ്ടാവുന്നത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പോലും കാണാൻ പറ്റില്ല. അത്രയും ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള, അത്രയും കാലദൈർഘ്യമുള്ള ഒരു പ്രവൃത്തിയാണ് ഫലം കാണുന്നതിന് നമ്മൾ ചെയ്യുന്നത്. ഫലം കാണണമെങ്കിൽ നമ്മൾ മരിച്ച അടുത്ത തലമുറയൊക്കെ ജനിച്ചു വരുമ്പോഴാണ് ചെറിയ തോതിൽ അതിൻ്റെ ഫലം കാണുക. അത് കാണാൻ നമ്മൾ ജീവിച്ചിരിപ്പ് പോലും ഉണ്ടാവില്ല. എന്നിട്ടും ഭാവിയിലെ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണ്. എന്തിനാണ് പ്രവർത്തിക്കുന്നത്? ഈ സമൂഹം ഇന്ന് അനുഭവിക്കുന്ന നിരവധി ദുരന്തങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത് മനുഷ്യൻ്റെ മനസ്സിൽ അള്ളിപ്പിടിച്ചു കിടക്കുന്ന കാലഹരണപ്പെട്ട അന്ധവിശ്വാസങ്ങളാണ് എന്ന് മനസ്സിലാക്കുകയും ആ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മനുഷ്യൻ്റെ മനസ്സിനെ മോചിപ്പിച്ച് മനുഷ്യ വിഭവങ്ങളെ യഥാർത്ഥ വിഭവങ്ങളാക്കി മാറ്റിയാൽ ഇന്നുള്ള സമൂഹത്തിലെ നിരവധി പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിച്ചുകൊണ്ട് കുറേ കൂടി സമാധാനവും സന്തോഷവുമുള്ള സുഖകരമായ നന്മയുള്ള പുതിയൊരു ലോകം സൃഷ്ടിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി ഒരുപാട് മനുഷ്യർ കൂട്ടായി നടത്തേണ്ട പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് നടത്താൻ പറ്റുന്ന ചില പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുത്ത് അത് മറ്റുള്ളതിൻ്റെ കൂടെ സമാന്തരമായിട്ട് സമൂഹത്തിൽ പ്രവർത്തിക്കുക എന്ന പണിയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാം വിമർശനം എന്ന ഈ പ്രവൃത്തി നന്മയാണോ അതോ പാഴ്വേലയാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ എൻ്റെ ഉദ്ദേശ്യം എന്താണ്, എൻ്റെ ലക്ഷ്യമെന്താണ്, ഞാൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നതിലൂടെ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്നൊക്കെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ഇത് പാഴ്വേലയല്ല എന്നും ഇതൊരു സാമൂഹ്യ നന്മയാണ് എന്നും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അത് മനസ്സിലാവണമെങ്കിൽ എന്തിനാണ് ഇസ്ലാം മതം ഇങ്ങനെ വിമർശിക്കപ്പെടുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു സമഗ്രമായ ധാരണ വേണം. ആ ധാരണ കിട്ടണമെങ്കിൽ എന്താണ് ഇസ്ലാം മതം എന്ന് നിഷ്പക്ഷമായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുമ്പിലുള്ള ഒരു ലോകം ഇന്നത്തെ ആധുനിക ധാർമ്മിക ബോധം ഉൾക്കൊള്ളുന്ന ഒരു ബഹുസ്വരതയുടെ മഴവിൽ സൗന്ദര്യം കാക്ഷിക്കുന്ന മാനവികതയുടെ ആധുനിക ലോകം, ആ ലോകത്തിൻ്റെ സൃഷ്ടിക്കും അതിൻ്റെ പുരോഗതിക്കും ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്ന ഒരു സങ്കുചിതമായ ഗോത്രീയ ഐഡിയോളജിയാണ് ഇസ്ലാം എന്ന മതം. ഇത് വ്യക്തികളെ, അവരുടെ ചിന്തയെ ദുസ്വാധീനം ചെലുത്തിക്കൊണ്ട് നശിപ്പിക്കുന്നു. യഥാർത്ഥ മാനവിക വിഭവശേഷിയുള്ള മനുഷ്യർ വളർന്നു വരുന്നതിൽ നിന്ന് തടഞ്ഞ് അവരെ 6-ാം നൂറ്റാണ്ടിലെ ഒരു ഗോത്രീയമായ ബോധത്തിൽ, അപരിഷ്കൃതമായ ഒരു ധാർമ്മിക ബോധത്തിൽ തളച്ചിടും. അവരുടെ മനസ്സിലേക്ക് ആധുനിക ധാർമ്മിക മൂല്യങ്ങളോ ആധുനിക നന്മതിന്മ സങ്കല്പങ്ങളോ അതിൻ്റെ മാനദണ്ഡങ്ങളോ ഒന്നും കടന്നു ചെല്ലാത്ത വിധം അവിടെ ഇരുട്ടും മാറാലയും കെട്ടിക്കിടക്കുന്നു. ഇത് വ്യക്തികളെ ഈ രീതിയിൽ നശിപ്പിക്കുമ്പോൾ തന്നെ ലോകമെമ്പാടുമുള്ള മനുഷ്യരാശിയെ വലിയ ദുരന്തങ്ങൾ സമ്മാനിച്ചുകൊണ്ട് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ സങ്കുചിതമായ ഒരു ഗോത്രീയ ഐഡിയോളജി, അതൊരു മനുഷ്യൻ അയാളുടെ രാഷ്ട്രീയവും വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടി നിർമ്മിച്ചതാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഇതൊക്കെ ആകാശത്തിരിക്കുന്ന ഏതോ ദൈവം ലോകാവസാനം വരേക്ക് കെട്ടിയിറക്കിയതാണ് എന്ന ശുദ്ധ അസംബന്ധം വിശ്വസിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ ഈ ഒരു പ്രാകൃത ഐഡിയോളജിക്ക് കീഴിൽ കൊണ്ടുവരാനും ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന ബഹുസ്വരതയുടെയും ബഹുസംസ്കാരത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മാനവികതയുടെയും എല്ലാം സൗന്ദര്യവും നശിപ്പിച്ചുകൊണ്ട് ലോകമാകെ ഈ സാധനം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഭീകരാക്രമണം നടത്തുകയും ഒരു ഭാഗത്ത് ദഅ്വാ പ്രവർത്തനം പോലുള്ള വലിയ ബോധവൽക്കരണങ്ങളും തട്ടിപ്പുകളും തരികിടകളും നടത്തുകയും ചെയ്തുകൊണ്ട് ലോകത്തെ നന്മയിൽ നിന്ന് തടയുകയും 6-ാം നൂറ്റാണ്ടിലെ ഒരു ഗോത്രീയമായിട്ടുള്ള തിന്മയുടെ ഇരുട്ടിൽ തളച്ചിടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇസ്ലാം മനുഷ്യരാശിക്ക് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ദുരന്തം. ഇന്ന് ലോകത്ത്, ആധുനിക ലോകത്ത് മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും വലിയ സാംസ്കാരിക ഭീഷണിയാണ് ഇസ്ലാം എന്ന ഈ ദുരന്തം, ഈ ഐഡിയോളജി.
ആ ഐഡിയോളജിയിൽ നിന്ന് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന മനുഷ്യരുടെ മസ്തിഷ്കത്തെ മോചിപ്പിച്ചുകൊണ്ട് അവരെ സ്വതന്ത്രമായി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ആധുനിക ലോകത്തിൻ്റെ ആധുനിക ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊള്ളാൻ അവരെ പരുവപ്പെടുത്തുക എന്നതാണ് ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഇന്ന് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു സാമൂഹ്യ നന്മ എന്ന് ഞാൻ കരുതുന്നു. ആ പണി ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഏർപ്പെട്ട് നടപ്പിലാക്കുന്നു. അതിൻ്റെ നന്മ എന്താണെന്ന് തിരിച്ചറിയാൻ എൻ്റെ സുഹൃത്തിനെ പോലുള്ള ആളുകൾക്ക് കഴിയുന്നില്ല എന്നത് തന്നെയാണ് മതം എനിക്ക് ചുറ്റുമുള്ള സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സാംസ്കാരിക ദുരന്തങ്ങളിൽ ഒന്ന്. ആ ദുരന്തം എന്നെ കൂടെ ബാധിക്കുന്നുണ്ട്. കാരണം ഞാൻ ചെയ്യുന്ന ഒരു സൽപ്രവൃത്തിയെ ഒരു പാഴ്വേലയായിട്ടോ അല്ലെങ്കിൽ ഒരു ദ്രോഹമായിട്ടോ അതല്ലെങ്കിൽ ഒരു വിദ്വേഷ പ്രകടനമായിട്ടോ മനുഷ്യരിൽ ഭിന്നിപ്പുണ്ടാക്കലായിട്ടോ ഒക്കെയാണ് ഈ കമൻറ്റുകളിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. അതെല്ലാം എൻ്റെ പ്രവൃത്തിയുടെ പ്രശ്നമല്ല. അതിനെ മനസ്സിലാക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഈ മനുഷ്യരുടെ മസ്തിഷ്കത്തിൽ അള്ളിപ്പിടിച്ചിട്ടുള്ള മൂഢധാരണകളാണ് കാരണം. അപ്പോൾ എനിക്ക് ചുറ്റുമുള്ള സമൂഹം എന്നെ വെറുക്കുന്നത് പോലും ഈ മതം എന്ന് പറയുന്ന അന്ധകാരം എന്നെയും എൻ്റെ സമൂഹത്തെയും ബാധിച്ചിട്ടുള്ള ദുരന്തങ്ങളുടെ ഒരു ഫലമാണ്. അപ്പോൾ എനിക്ക് പ്രാഥമികമായി ചെയ്യേണ്ടത് ഈ ദുരന്തങ്ങളിൽ നിന്ന് എൻ്റെ ചുറ്റുമുള്ള സമൂഹത്തെ മോചിപ്പിക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമോ അത് ചെയ്യുക എന്നതാണ്. ആ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഫലം കാണില്ല എന്നെനിക്കറിയാം. മാത്രമല്ല എൻ്റെ ജീവിതത്തിന് അത് യാതൊരു ഗുണവും നൽകില്ല, ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സൃഷ്ടിക്കും എന്നറിയാം. എന്നിട്ടും വരും തലമുറകളെങ്കിലും ഈ അന്ധകാരത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് ഒരു നല്ല ലോകത്തിന് വേണ്ടി സജ്ജരാവട്ടെ എന്ന് കരുതി ചെയ്യുന്ന എൻ്റെ ഈ പ്രവൃത്തി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി എന്ന നിലക്ക് ഇന്നത്തെ സമൂഹത്തിൽ ഇന്നത്തെ ലോകത്ത് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും ഉദാത്തമായ നന്മയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനി എന്തുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്താണ് ഇസ്ലാം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയാലേ അതിൻ്റെ ഉത്തരം കാണാൻ കഴിയുള്ളൂ. ഇവിടെ എൻ്റെ സുഹൃത്ത് പറയുന്ന ഒരു വാചകം, ഖുർആൻ യുക്തിസഹമല്ലെങ്കിൽ യുക്തിസഹമായത് താങ്കൾക്ക് നിർദ്ദേശിക്കാൻ പറ്റുമോ എന്ന്. വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണത്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കഴിഞ്ഞ 185ഓളം ഖുർആൻ ക്ലാസ്സുകളിലൂടെ ഞാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഖുർആൻ ക്ലാസ് കേട്ട ഒരാൾക്കറിയാം, ഞാൻ ഖുർആനിൽ എന്ത് പറയുന്നു എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയല്ല ഖുർആൻ ക്ലാസ് നടത്തുന്നത്. മറിച്ച് ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം യുക്തിഹീനവും കാലഹരണപ്പെട്ടവും മനുഷ്യവിരുദ്ധവുമാണ് എന്ന് കണ്ടെത്തി അത് ഓരോന്നും വിശദീകരിക്കുന്നതിൻ്റെ കൂടെ ഓരോ ഇഷ്യൂ ബേസ്ഡായിട്ട് തന്നെ അതിൻ്റെ ബദൽ അവതരിപ്പിച്ചുകൊണ്ട് ആധുനിക മനുഷ്യൻ്റെ ധാർമ്മിക മൂല്യം അനുസരിച്ച് ഈ ഖുർആനിൽ പറയുന്ന ഈ മണ്ടത്തരത്തിന് ബദൽ എന്താണ് എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ഖുർആൻ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ മക്കയിലൊക്കെ അവതരിപ്പിച്ച ഖുർആനിൽ അങ്ങനത്തെ മനുഷ്യൻ്റെ ധാർമ്മിക പ്രശ്നവും സാമൂഹിക പ്രശ്നവും ഒന്നും കാര്യമായിട്ട് വന്നിട്ടില്ല എന്നതുകൊണ്ട് പലപ്പോഴും കൃത്രിമമായി തന്നെ ഇത്തരം കാര്യങ്ങൾ പറയേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഇനി മദീനയിൽ മുഹമ്മദ് അവതരിപ്പിക്കാൻ പോകുന്ന അയാളുടെ ഒരു ധാർമ്മിക പുസ്തകമുണ്ട്. അതാണല്ലോ ഖുർആനിലെ നിയമങ്ങളും ചട്ടങ്ങളും വിധിവിലക്കുകളും ഒക്കെ. അതിൽ വരുന്ന കാര്യങ്ങൾ ഓരോന്നും നമ്മൾ ചർച്ചയ്ക്കെടുക്കുമ്പോൾ അത് എത്രത്തോളം ഇന്ന് അപ്രസക്തമാണെന്നും ഇന്ന് കാലഹരണപ്പെട്ടതാണെന്നും ഇന്ന് മനുഷ്യദ്രോഹപരമാണ് എന്നും വിശദീകരിച്ച ശേഷം അതിന് ബദൽ ഇന്ന് എന്താണ് ആധുനിക മനുഷ്യൻ മുന്നോട്ട് വയ്ക്കുന്ന മൂല്യം എന്നുകൂടി പറയാനാണ് ഞാൻ ഖുർആൻ ക്ലാസ് നടത്തുന്നത്. അപ്പോൾ ബദൽ നിർദ്ദേശിക്കുക എന്നുള്ളത് ഒരു ഒറ്റമൂലി ഒരു കിതാബ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് അവതരിപ്പിക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് അതിൽ പറയുന്ന ഓരോ വിഷയങ്ങൾക്കും ബദൽ ഈ ആധുനിക കാലത്ത് മനുഷ്യൻ്റെ യുക്തിചിന്തയുടെയും ശാസ്ത്രബോധത്തിൻ്റെയും ഉയർന്ന സാമൂഹ്യ ബോധത്തിൻ്റെയും ഫലമായിട്ട് ബദലായി അവതരിപ്പിക്കാവുന്ന ധാർമ്മിക ചിന്ത എന്ത് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ ക്ലാസ് നടത്തുന്നത്. അല്ലാതെ മൂല്യന്മാർ ഖുർആൻ പഠിപ്പിക്കുന്നത് പോലെ ഖുർആൻ പഠിപ്പിക്കാനല്ല ഞാൻ ഖുർആൻ ക്ലാസ് എടുക്കുന്നത്. മറിച്ച് ആധുനിക മനുഷ്യൻ ഉൾക്കൊള്ളേണ്ട ധാർമ്മിക മൂല്യങ്ങൾ ഇതല്ല വേറെയാണ് എന്ന് പഠിപ്പിക്കാനും അതിൻ്റെ മാനദണ്ഡം വേറെയാണ് എന്ന് പഠിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഖുർആൻ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത് മറ്റൊന്നിനെയും ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ പഠിച്ചതിനെ വിമർശിക്കുകയാണെന്ന നിലപാട് ശരിയാണോ എന്നാണ്. ഇതിന് മറുപടി പലതവണ നമ്മൾ പറഞ്ഞതാണ്. വിജ്ഞാനത്തിൻ്റെ ഒരു വിസ്ഫോടനത്തിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
ഒരാൾക്ക് ഇന്ന് ഇസ്ലാം മത വിമർശനം പോലും സമഗ്രമായി നടത്താൻ കഴിയില്ല. കാരണം ഇസ്ലാം മതത്തെക്കുറിച്ച് പോലും അത്രമാത്രം അറിവ് ഇന്ന് വിപുലമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിനെ വീണ്ടും നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ട് അതല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ചിലപ്പോൾ ഖുർആൻ മാത്രം എടുക്കേണ്ടി വരും, ചിലപ്പോൾ ഹദീസ് മാത്രം എടുക്കേണ്ടി വരും, ചിലപ്പോൾ ഇസ്ലാമിൻ്റെ ചരിത്രം മാത്രം എടുക്കേണ്ടി വരും. എന്നിട്ട് അത് വിശദമായി പഠിച്ചിട്ട് ഒരാൾ ആ കാര്യം മാത്രം പറയുക, മറ്റേയാൾ മറ്റേ കാര്യം മാത്രം പറയുക എന്ന രീതിയിലേക്ക് മതവിമർശനങ്ങളെപ്പോലും വിഭജിക്കേണ്ടി വരുന്ന ഒരു വിജ്ഞാനത്തിൻ്റെ വൈവില്യത്തിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ലോകത്തിലെ എല്ലാ മതഗ്രന്ഥങ്ങളും പഠിച്ചിട്ട് എല്ലാ മതങ്ങളെയും സമഗ്രമായിട്ട് വിമർശിക്കുക എന്നത് ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യമല്ല, അത് കൂട്ടായി നടക്കേണ്ട കാര്യമാണ്. സ്വതന്ത്രചിന്തകരായിട്ടുള്ള ഒരുപാട് ആളുകൾ അങ്ങനെ വിവിധ വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ സഞ്ചിതമായിട്ടുള്ള ഒരു ആകത്തുക എന്ന നിലക്കാണ് സ്വതന്ത്ര ചിന്താ പ്രചാരണത്തിൻ്റെ ഫലം സമൂഹത്തിൽ ഉണ്ടാവേണ്ടത്. അതല്ലാതെ ഒരു വ്യക്തി എല്ലാം പഠിച്ചു പറഞ്ഞെങ്കിൽ അയാൾ സ്വതന്ത്ര ചിന്തകനാകൂ എന്നുള്ളതൊക്കെ വളരെ ഇടുങ്ങിയ തെറ്റായ മനസ്സിലാക്കലിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആരോപണമാണ്. ഖുർആൻ ശരിയല്ലെങ്കിൽ ബൈബിളും ഭഗവത്ഗീത പോലുള്ള ഒരുപാട് വേദഗ്രന്ഥങ്ങളുമുണ്ട്. അത്തരം വേദഗ്രന്ഥങ്ങൾ പരിശോധിച്ച് അത് യുക്തിഭദ്രമാണെങ്കിൽ അതിൻ്റെ പ്രചാരകനാവുകയല്ലേ കൂടുതൽ ഭംഗി. അല്ലെങ്കിൽ ഞാൻ പഠിച്ചതൊന്നും മറക്കുകയില്ല, പുതുതായിട്ടൊന്നും പഠിക്കുകയില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നെങ്കിൽ അത് സ്വതന്ത്ര ചിന്തയിൽ ചേർന്നതല്ല. സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തി താങ്കൾ മനസ്സിലാക്കിയതൊന്നുമല്ല. സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ സമഗ്രമായിട്ടുള്ള സാമൂഹിക ചിന്ത കൂടി ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ ബൈബിളിനെ കുറിച്ച് പറയേണ്ടത് ബൈബിൾ പഠിച്ച ആളുകൾ പറയുമ്പോൾ അത് സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ബൈബിൾ വിമർശകർ ധാരാളം പേര് ഇവിടെ ഉണ്ട്, അവരവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഖുർആൻ പഠിച്ചിട്ട് ഖുർആനെ കുറിച്ച് പറയുന്നതും ബൈബിൾ പഠിച്ചിട്ട് ബൈബിളിനെ കുറിച്ച് വേറൊരു സ്വതന്ത്ര ചിന്തകൻ പറയുന്നതും ഒക്കെ ഈ സമൂഹത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഔട്ട്പുട്ടുകളുടെ മൊത്തം ആകത്തുകയായിട്ടാണ് സമൂഹം ഇതിനെ ഇൻപുട്ടായിട്ട് എടുക്കുന്നത്. അത് ഉൾക്കൊണ്ടിട്ടാണ് സമൂഹത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. ഈ മാറ്റം പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല, തലമുറകളിലൂടെ പതുക്കെ സംഭവിക്കുന്നതാണ് എല്ലാ സാമൂഹ്യ മാറ്റങ്ങളും. അതുകൊണ്ട് ഞാനൊക്കെ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നിങ്ങൾക്കോ എനിക്കോ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഭാവിയിൽ പുതിയ തലമുറയിൽ അതിൻ്റെ മാറ്റങ്ങളുണ്ടാവും. സങ്കുചിതമായ ഇടുങ്ങിയ മതബോധത്തിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും മനുഷ്യൻ അവരുടെ മസ്തിഷ്കത്തെ മോചിപ്പിച്ച് ഒരു പുതിയ നല്ല ലോകത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മളൊക്കെ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലം സമൂഹത്തിലുണ്ടാവും. ഇനി ഇസ്ലാം പോലുള്ള സങ്കുചിതമായ മതങ്ങൾ വ്യക്തികളുടെ മനസ്സിനെ മാത്രമല്ല അതിലൂടെ സമൂഹത്തിൻ്റെയും ലോകത്തിൻ്റെയും ശാന്തിയെയും സമാധാനത്തെയും എങ്ങനെ കെടുത്തുന്നു എന്നതും നിരവധി പ്രത്യക്ഷമായ ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഞാനിവിടെ വിദ്വേഷം പ്രചരിപ്പിക്കുന്നു, ഭിന്നിപ്പുണ്ടാക്കുന്നു എന്നൊക്കെ എനിക്കെതിരെ ഈ ഇസ്ലാം മതവിശ്വാസികൾ ആരോപണം ഉന്നയിക്കുന്നു. യഥാർത്ഥത്തിൽ ലോകത്ത് ഭിന്നിപ്പുണ്ടാക്കുന്നത് ആരാണ്? ലോകത്ത് വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് ആരാണ്? ലോകത്ത് ഏറ്റവും വലിയ തിന്മയെ നന്മയായി തെറ്റിദ്ധരിപ്പിക്കുന്നത് ആരാണ്? ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ നന്മ എന്താണ്? പടച്ചോൻ അള്ളാഹു എന്ന കുട്ടിപ്പടച്ചോനല്ലാതെ വേറൊരു പടച്ചോനില്ല എന്ന് വിശ്വസിക്കലും മറ്റു പടച്ചോന്മാരെ നിരാകരിക്കലുമാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ നന്മ എന്നും അതല്ലാത്ത ഏത് കാര്യം ചെയ്താലും അത് തിന്മയാണ് എന്നുമാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത്. അതിൽ വിശ്വസിക്കാതിരിക്കലാണ് ഏറ്റവും വലിയ തിന്മ, അതിനുവേണ്ടി പ്രവർത്തിക്കാതിരിക്കലാണ് ഏറ്റവും വലിയ തിന്മ എന്ന വിചിത്രമായ സിദ്ധാന്തമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ ആധുനിക ലോകത്ത് ഇത് നേരെ വിരുദ്ധമായിട്ടുള്ള ഒരാശയമാണ്. ആധുനിക ലോകത്ത് ഇസ്ലാമിൻ്റെ തൗഹീദ് എന്ന് പറയുന്നത് നന്മയേ അല്ല, അത് മഹാതിന്മയാണ്. കാരണം ലോകം ഇന്ന് ബഹുസ്വരതയുടെ, ബഹുസംസ്കാരത്തിൻ്റെ, ജനാധിപത്യത്തിൻ്റെ, മാനവികതയുടെ ഉയർന്ന സൗന്ദര്യബോധമുള്ള ഒരു സമൂഹത്തിൻ്റെ ലോകമാണ്. ആ ലോകത്ത് മനുഷ്യൻ്റെ സാംസ്കാരിക വൈവിധ്യങ്ങൾ, അവരുടെ അന്ധവിശ്വാസങ്ങളടക്കമുള്ള സാംസ്കാരിക വൈവിധ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് എല്ലാവർക്കും സന്തോഷമായി ജീവിക്കാനുള്ള ഒരു ലോകം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ആധുനിക മനുഷ്യൻ്റെ ധാർമ്മിക മൂല്യം. അവിടെ പോയിട്ട് അതൊന്നും പറ്റില്ല, ഞങ്ങളെ പടച്ചവനെ ബാക്കിയുള്ളവരൊക്കെ അംഗീകരിക്കണം, അതുവരെ ഞങ്ങൾ നിങ്ങളെ വാളെടുത്ത് വെട്ടും, വെടിവെച്ച് കൊല്ലും, അല്ലെങ്കിൽ ഞങ്ങൾ ബോംബിട്ട് കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് അക്രമം നടത്തുന്നത് ഈ സങ്കുചിതമായ ഗോത്രബോധം പേറുന്ന മനുഷ്യ അധമന്മാരാണ്. ആ അവസ്ഥയിലേക്ക് അവരെ എത്തിച്ചത് ഈ അന്ധവിശ്വാസമാണ്. ഈ അന്ധവിശ്വാസത്തിൽ അവർ അകപ്പെടാൻ കാരണം അവർ മസ്തിഷ്ക പ്രക്ഷാളനങ്ങളിലൂടെ കുഞ്ഞുങ്ങളിലേക്ക് ഇത് അടിച്ചേൽപ്പിക്കുന്ന ഒരു സംവിധാനം നിലനിർത്തിക്കൊണ്ട് മനുഷ്യനിൽ ഈ വിഷലിപ്തമായ ഐഡിയോളജി അടിച്ചേൽപ്പിക്കുന്നതുകൊണ്ടാണ്. അതൊക്കെ ഇല്ലാതായെങ്കിൽ മാത്രമേ മറ്റുള്ള മനുഷ്യരെയും അവരുടെ വിശ്വാസങ്ങളെയും അവരുടെ സംസ്കാരങ്ങളെയും ഒക്കെ സ്നേഹത്തോടെ അനുതാപത്തോടെ കാണാനും
അതൊന്നും തെറ്റായിട്ട് കാണാതിരിക്കാനും മനുഷ്യനെ മനുഷ്യനായി കാണാനും വിശാലമായ സൗന്ദര്യമുള്ള ഒരു ലോകം കാണാനും ഒക്കെയുള്ള മാനസിക വികാസം ഉണ്ടാവുള്ളൂ. അതിന് തടസ്സം നിൽക്കുന്നത് ഇതുപോലുള്ള സങ്കുചിതമായ ഗോത്രീയ വിശ്വാസങ്ങൾ മനുഷ്യർ പേർന്നു എന്നതുകൊണ്ടാണ്. അതിൻ്റെ ഇരകളായി മനുഷ്യർ മാറുന്നു എന്നതുകൊണ്ടാണ്. മനുഷ്യരുടെ കുറ്റമല്ലാതെ മനഃശാസ്ത്രപരമായിട്ടും സാമൂഹ്യ ശാസ്ത്രപരമായിട്ടും ഒക്കെ മനുഷ്യൻ അകപ്പെട്ടു പോയിട്ടുള്ള ഒരു ദുരന്തമാണത്. അത്തരം ദുരന്തങ്ങളിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കുക എന്നുള്ളത് അത്ര ചെറിയ കാര്യമല്ല, വളരെ സങ്കീർണമായിട്ടുള്ള കാര്യമാണ്. ആ സങ്കീർണമായിട്ടുള്ള ഒരു പ്രവൃത്തിയുടെ ഏതെങ്കിലും ഒരു പാർട്ട് മാത്രമേ ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അത്തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പാർട്ടുകളെ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന മട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ് നമ്മൾ ചെയ്യുന്നത്, വ്യക്തിപരമായ ഒരു ലാഭേച്ഛയും ഇല്ലാതെ. ഇനി മാഷിൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ദുരന്തഘട്ടത്തിൽ എപ്പോഴെങ്കിലും ജനനന്മയ്ക്കായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല എന്നൊരു പ്രസ്താവനയുമായിട്ട് വരുന്നുണ്ട് മറ്റൊരാൾ. ഇത് ഞാനീ പറഞ്ഞ കുഴപ്പമാണ്. എന്താണ് ജനനന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവൃത്തി? എന്താണ് നന്മ? എന്താണ് തിന്മ? എന്താണ് വലിയ നന്മ? എന്താണ് ചീള് നന്മ? തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള വളരെ വികലമായിട്ടുള്ള ധാരണയിൽ നിന്നാണ് ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പറയുന്ന ചീള് കേസുകൾ നിങ്ങളുടെ ആകാശമാമൻ്റെ കിതാബിൽ എഴുതി വെച്ചിട്ടുള്ള ചീള് കേസുകളൊന്നും അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം നന്മയുടെയും തിന്മയുടെയും മാനദണ്ഡം. ഉമ്മാനും ബാപ്പാനെയും നോക്കണം, ഏതെങ്കിലും ഭിക്ഷക്കാരൻ വന്ന എന്തെങ്കിലും സക്കാത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഒറ്റപ്പടച്ചവനെ എങ്ങനെ ആരാധിക്കണം, വേറെ പടച്ചവന്മാരെ കുറ്റം പറയണം, അതല്ലെങ്കിൽ അവിടെ പോയിട്ട് കരിങ്കല്ലിനെ മുത്തം വെക്കണം, അപ്പോൾ വട്ടം ചുറ്റണം, ഒരു മാസത്തിലൊരിക്കൽ പകല് പട്ടിണി കിടക്കണം. ഇതൊക്കെയാണ് നന്മ എന്നാണ് നിങ്ങളുടെ ആകാശമാമൻ്റെ കിതാബ് പഠിപ്പിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ചീള് കേസാണ്. അതിലൊന്നും ഒരു നന്മയുടെയോ തിന്മയുടെയോ ഒരു അംശവുമില്ല. അതൊക്കെ വെറും വഷളത്തരങ്ങളാണ്. എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താലോ ആത്യന്തികമായിട്ട് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? കള്ളും പെണ്ണും സമ്മാനം കിട്ടുന്ന ഒരു സ്ഥലത്ത് നമ്മളെ കൊണ്ടെത്തിക്കും. ലോകത്ത് ഇത്രയും വഷളത്തരം വിളിച്ച് പറയുന്ന ഒരു ദർശനം വരെ ഉണ്ടോ? ഈ വഷളത്തരവും കയറിക്കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരുടെ നന്മയും തിന്മയും അളക്കാൻ വേണ്ടിയിട്ട് കോലും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം നമ്മൾ അങ്ങനെയുള്ള ഒരു ഇരുട്ടിൻ്റെ കിണറ്റിലാണ് അകപ്പെട്ട് കിടക്കുന്നത്. അതുതന്നെയാണ് ഈ മതം ചെയ്യുന്ന ഏറ്റവും വലിയ ദുരന്തം. ആ ദുരന്തത്തിനെതിരായിട്ടുള്ള പോരാട്ടം തന്നെയാണ് ആധുനിക ലോകത്ത് ഒരു ധാർമ്മിക ബോധമുള്ള, ഒരു സാമൂഹ്യ ബോധമുള്ള മനുഷ്യൻ ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നന്മ എന്നാണ് ഞാൻ കരുതുന്നത്. ആചാര്യന്മാരെ പരിഹസിക്കുക, സമൂഹത്തിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കുക, ഇസ്ലാമിനോടുള്ള വിദ്വേഷം, ഇതാണ് മാഷിൻ്റെ മതവിമർശനം. ഒരിക്കലുമല്ല. ഇസ്ലാമിനോട് വിദ്വേഷമുണ്ട്, യാതൊരു തർക്കമില്ല. കാരണം ഞാൻ മുസ്ലിങ്ങളെ മനുഷ്യരായി സ്നേഹിക്കുന്നത് കൊണ്ട് മുസ്ലിങ്ങളെ ബാധിച്ചിട്ടുള്ള ഒരു വിഷബാധയിൽ നിന്ന് അവരെ മോചിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ധാർമ്മികമായ ചുമതലയാണെന്ന് കരുതുന്നു. ആ വിഷബാധയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാം എന്ന വിഷലിപ്തമായ ഒരു ഐഡിയോളജിയുടെ ഇരകളാണ്. ആ ഐഡിയോളജിയോട് എനിക്ക് വിദ്വേഷമുണ്ട്. കാരണം അത് മനുഷ്യവിരുദ്ധമാണ്, അത് അധാർമികമാണ്, അത് കാലഹരണപ്പെട്ടതാണ്, അത് ഇനി ലോകത്ത് നിലനിൽക്കാൻ പാടില്ല. അത്രമാത്രം മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളാണ്. അതുപോലെ തന്നെ ധാർമ്മികതയെക്കുറിച്ച് വളരെ വളരെ വികലമായിട്ടുള്ള ചീള് കേസുകൾ മാത്രമാണ് ഈ മതം പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ സാമൂഹ്യ ബോധമുള്ള ഉയർന്ന ഒരു ആധുനിക മനുഷ്യൻ്റെ ധാർമ്മിക ബോധവുമായി പൊരുത്തപ്പെടുന്ന ഒരു വാചകം പോലും നിങ്ങൾക്ക് ഈ ആകാശമാമൻ്റെ കിതാബുകളിൽ കാണാൻ കഴിയില്ല. അത് ബൈബിളായാലും ഖുറാനായാലും മറ്റു പഴയ മതഗ്രന്ഥങ്ങളായാലും അതൊക്കെ പഴയ കാലത്തെ കാലഹരണപ്പെട്ട ഹമ്മുറാബി കോഡിൻ്റെയും 10 കൽപ്പനയുടെയും ഒക്കെ ആ ടാവട്ടത്തിൽ കിടന്ന് കറങ്ങുകയാണ്. അതിലൊക്കെ പറയുന്ന ചീള് കേസുകളാണ് മനുഷ്യൻ്റെ ധാർമ്മിക പ്രശ്നമായിട്ട് അവതരിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ആധുനിക മനുഷ്യൻ ധാർമ്മികതയെക്കുറിച്ചൊക്കെ ഇതിനേക്കാളൊക്കെ എത്രയോ മേലേക്ക് സഞ്ചരിച്ചിട്ടുണ്ട്, സ്വതന്ത്ര ചിന്തയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആധുനികമായിട്ടുള്ള മാനവികമായിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങളെ തടസ്സപ്പെടുത്തുക എന്ന ദുരന്തമാണ് ഈ മതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ദുരന്തത്തിനെതിരായിട്ടുള്ള പോരാട്ടം നന്മയ്ക്ക് വേണ്ടിയുള്ള, നീതിക്ക് വേണ്ടിയുള്ള, ഏറ്റവും ഉദാത്തമായ ധാർമ്മികതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ പോരാട്ടത്തിൽ പങ്കുചേർന്നുകൊണ്ട് ജീവിതം തന്നെ അതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കുക എന്നതിൽ പരം ഈ കാലത്ത് ഒരു മനുഷ്യന് വേറൊരു നന്മയും ചെയ്യാനില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഈ പറഞ്ഞതൊക്കെ എൻ്റെ സുഹൃത്തിനും ഈ സുഹൃത്തിൻ്റെ നിലവാരത്തിലുള്ളവർക്കും മനസ്സിലാവുമെന്ന് പോലും ഞാൻ കരുതുന്നില്ല. കാരണം അതൊക്കെ മനസ്സിലാവണമെങ്കിൽ ആദ്യം ഇതിനകത്തുനിന്ന് ഈ ഇരുട്ട് മാറ്റിയിട്ട് അവിടെ വെളിച്ചം കയറണം. ആ വെളിച്ചം കയറ്റാനുള്ള പണിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്
മോണിറ്റർ ചെയ്ത് അതിൻ്റെ ഫലം സമൂഹത്തിൽ എങ്ങനെ ഉണ്ടാകുന്നു എന്നൊക്കെ മനസ്സിലാക്കി ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി മനഃശാസ്ത്രപരമായിട്ട് പ്രയോഗിക്കുക എന്നതാണ് എന്നെപ്പോലെയുള്ള ആളുകൾക്ക് ഇനി ചെയ്യാനുള്ളത്. ആ രംഗത്തേക്ക് കൂടുതൽ ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരാശ്വാസകരമായ അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഈ കമൻറ്റുകൾക്ക് മറുപടി പറയുന്നത്. ഇതുപോലെയുള്ള പ്രതികരണങ്ങളുമായിട്ട് ഇനിയും വരിക, നമുക്ക് ചർച്ച ചെയ്യാം.